ഇതാണല്ലേ ഭവനം? അതെ. വന്നപ്പോ തന്നെ അശോകനമാണല്ലോ. എന്താ തിരുമേനി? കിഴക്ക് ഭാഗത്ത് കാർമേഘം ഉരുണ്ടുകൂടിയിരിക്കുന്നു, കറുത്ത് കിടക്കുന്നു. അത് കാർമേഘം ഉരുണ്ടുകൂടിയതല്ല, പിന്നെ ഇവിടുത്തെ ചേച്ചിയുടെ കറുത്ത അടിപ്പാവട ആണോ? നമ്മൾ വന്നത് എന്തിനാന്ന് മനസ്സിലായി കാണുമല്ലോ. സാധനമല്ലേ എടുത്തിട്ടുണ്ടോ? തിരുമേനിയുടെ കൂടെ എത്രയോ കാലം കൂടി ഞാൻ നടക്കുന്നു. പൂജാ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പൂജാ സാധനം അല്ല, പിന്നെ പൂജക്കിടയ്ക്ക് എനിക്ക് അടിക്കാനുള്ള സാധനം എടുത്തിട്ടുണ്ടോ? ഇത് എത്രയോ വർഷമായി തിരുമേനിയുടെ കൂടെ നമ്മൾ നടക്കുന്നു. മറക്കോ? എടുക്കുക. അടിക്കാനുള്ള സാധനം ഇതാ. ചൂരവടിയാണോ? ഞാൻ പറഞ്ഞേ. ആണോ? ഇങ്ങോട്ട് നീക്കണം. ചൂരവടിയല്ല, പൂജയുടെ ഇടയ്ക്ക് അടിക്കാനുള്ള സാധനം. അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ നാമിന് മനസ്സിലാവുള്ളൂ. അതെ. മണിയോ? പിന്നെ മണിയാണോ? മണിയാണോ ഞാൻ പറഞ്ഞത്? വ്യക്തമായിട്ട് പറ. എടാ, എനിക്ക് പൂജയുടെ ഇടയ്ക്ക് കഴിക്കാനുള്ള മദ്യം. മദ്യം മദ്യം ആരാ ഇപ്പൊ ഇവിടെ മദ്യത്തിന്റെ കാര്യം പറഞ്ഞേ? അല്ലല്ലോ, മദ്യം എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ ഇത്രയും നേരം വന്നിട്ട് മദ്യത്തിൽ നിന്നും സംസാരിക്കാൻ ഒരാളെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞേ. ഭൈരവൻ ഞാൻ തന്നെയാണ്. വഴിയൊന്നും കണ്ടുപിടിക്കാൻ പാടുപെട്ടില്ലല്ലോ അല്ലേ? നമുക്കോ ത്രികോണജ്ഞാനിയല്ലേ നമ്മള്. നിങ്ങൾ മരത്തെ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും. തിരുമേനി, ഈ ഗൂൺമാപ്പിലെ പെണ്ണുമ്പിള്ള എന്തോ പറയുന്നു. ഇച്ചിരി പ്രശ്നമുണ്ട്, 5 പൈസയുടെ കുറവുണ്ട്. ഇവിടെ മൊത്തത്തിലൊരു പ്രശ്നമാണ്. പെണ്ണിനെ പേടിയാണ്. ഈ മീശയും വെച്ചോണ്ടോ? ഒരു മീശടക്കാൻ ഒരു കമ്പിയുടെ എത്രയുണ്ട്? പെണ്ണിനെ പേടിയാണ്. എന്തോ പറയാതെ ഞങ്ങളുടെ അറിയുന്ന ഒരു കാര്യം പറഞ്ഞു. എന്തിനാണ് ഈ പെണ്ണുപിള്ളമാരെ പേടിക്കുന്നത്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. എടോ, പെണ്ണിനെ പേടി എന്ന് പറഞ്ഞാൽ എനിക്കല്ല, എന്റെ മോനാണ് പെണ്ണിനെ പേടി. മോന് പേടി? അതായത് എന്റെ മോന് സ്ത്രീകളെ പേടി കാരണം കല്യാണം നടക്കാൻ പറ്റുന്നില്ല സ്വാമി. അവന്റെ പേടി മാറ്റണം. പേടി മാറ്റണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്. മോന്റെ പേര് എത്ര വയസ്സായി? അപ്പൊ അവനിപ്പോ 30 വയസ്സായി. ഏതാ നാള്? ആയിട്ട് പറയാം. ആയിട്ട് വരാം. അതല്ല, നാളെ അപ്പൊ മോനെ വിളിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക.